2025 ഏത് ഇന്ത്യൻ സ്റ്റോക്സ് ആണ് വേഗത്തിൽ വളരാൻ പോകുന്നത്? ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. AI, റിന്യൂവബിൾ എനർജി, ഡിജിറ്റൽ ബാങ്കിംഗ്, ഇൻഫ്രാ പ്രോജക്ട്സ് എല്ലായിടത്തും പുതിയ അവസരങ്ങൾ തുറക്കുകയാണ്. അതിനാൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 വളരാനിരിക്കുന്ന ടോപ്പ് ഇന്ത്യൻ സ്റ്റോക്സിനെ പറ്റിയാണ്. അവയുടെ ഗ്രോത്തിന്റെ റീസണും ഫ്യൂച്ചർ പൊട്ടൻഷ്യലും കൂടി നമുക്ക് നോക്കാം. വീഡിയോ അവസാനം വരെ കാണണേ, കാരണം അവസാനം ഞാൻ പറയുന്ന ബോണസ് സ്റ്റോക്ക് നിങ്ങളെ സർപ്രൈസ് ചെയ്യും. 2024 അവസാന പാദം വരെ സെൻസെക്സും നിഫ്റ്റിയും എല്ലായിടത്തും റെക്കോർഡ് ഹൈ ആണ് കാണിക്കുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സ് ഇവ രണ്ടുപേരും ഇന്ത്യൻ ഇക്വിറ്റീസിൽ ശക്തമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാരണം ഇന്ത്യയുടെ എക്കണോമി എപ്പോഴും 7% മുകളിൽ വളരുന്ന വെരി ഫ്യൂ മേജർ എക്കണോമീസിൽ ഒന്നാണ്. ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ, ഇൻഫ്രാസ്ട്രക്ചർ പുഷ്, റിന്യൂവബിൾ പോളിസീസ് ഇവയൊക്കെ ചേർന്ന് 2025 പുതിയ ഗ്രോത്ത് ഫേസിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിനാൽ ഈ വർഷം ചില സെക്ടേഴ്സ് ലൈക്ക് ബാങ്കിംഗ്, ഇൻഫ്രാ, ഗ്രീൻ എനർജി, IT റിവൈവൽ വളരെയധികം പ്രോമിസിംഗ് ആണ്. ഇനി നമുക്ക് 2025 മികച്ച സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. നമ്പർ 1 റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി തന്നെയാണ് ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഓയിൽ ആൻഡ് ഗ്യാസ് മുതൽ ജിയോ, റീറ്റെയിൽ, റിന്യൂവബിൾ എനർജി വരെ കമ്പനി മുഴുവൻ ഗ്രോത്ത് മോഡിലാണ്. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് സെപ്പറേറ്റ് കമ്പനിയായി ലിസ്റ്റഡ് ആക്കിയതും ഗ്രീൻ ഹൈഡ്രജൻ പ്രോഡക്ട്സ് തുടങ്ങുന്നതും 2025 റിലയൻസിനെ വീണ്ടും റീറേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. റിലയൻസ് ഈസ് നോട്ട് ജസ്റ്റ് എ സ്റ്റോക്ക്, ഇറ്റ്സ് എ ഗ്രോത്ത് എക്കോസിസ്റ്റം. നമ്പർ 2 HDFC ബാങ്ക്. മെർജർ കഴിഞ്ഞ ശേഷം HDFC ബാങ്കിന് കൂടുതൽ ലെൻഡിംഗ് പവർ ലഭിച്ചു. റൂറൽ ഇന്ത്യയിലേക്ക് ക്രെഡിറ്റ് എക്സ്പാൻഷൻ, ഡിജിറ്റൽ ലെൻഡിംഗിലുള്ള ഇന്നോവേഷനും 2025 പ്രോഫിറ്റ് ഗ്രോത്ത് 15 തൊട്ട് 18% വരെ എത്തിക്കുമെന്ന് എക്സ്പേർട്സ് പറയുന്നു. ബാങ്കിംഗ് സെക്ടർ സ്റ്റേബിൾ ആണെങ്കിൽ ലോങ് ടേമിലേക്ക് HDFC ബാങ്ക് ഒരു സേഫ് ആൻഡ് സ്റ്റഡി പെർഫോമർ ആയിരിക്കും. നമ്പർ 3 ടാറ്റ പവർ. റിന്യൂവബിൾ എനർജി റെവല്യൂഷന്റെ ബാക്ക് ബോൺ ആണിത്. സോളാർ, വിൻഡ്, ഹൈഡ്രോ എല്ലായിടത്തും പ്രോജക്ട്സ് ഇൻ പ്രോഗ്രസ് ആണ്. EV ചാർജിംഗ് സ്റ്റേഷൻ നെറ്റ്വർക്ക് ഇന്ത്യ മുഴുവൻ എക്സ്പാൻഡ് ചെയ്യുന്നതും ടാറ്റ പവറിനെ 2025 നെക്സ്റ്റ് ഗ്രോത്ത് സ്റ്റേജിലേക്ക് എടുത്തുകൊണ്ടുപോകും. ഗ്രീൻ എനർജി ഫ്യൂച്ചർ ആണെന്ന് ഉറപ്പായാൽ ടാറ്റ പവർ അതിന്റെ ഫേസ് ആയിരിക്കും. നമ്പർ 4 ലാർസൻ ആൻഡ് ടോബ്രോ. L&T. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ബൂമിനോട് ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ പ്ലെയർ ആണിത്. മെട്രോ പ്രോജക്ട്സ്, എക്സ്പ്രസ് വേസ്, എയർപോർട്ട്സ് എല്ലാം L&Tന്റെ ഓർഡർ ബുക്കിലുണ്ട്. ഗവൺമെന്റ് കേപ്പറ്റ് സ്പെൻഡ് 2025 കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് L&T ഇൻവെസ്റ്റേഴ്സിന് സ്റ്റഡി ഗ്രോത്ത് ആൻഡ് ഡിവിഡൻഡ് റിട്ടേൺ കിട്ടാൻ സാധ്യത കൂടുതലാണ്. നമ്പർ 5 IRCTC. ഇന്ത്യൻ റെയിൽവേ സ്റ്റോക്സ്. റെയിൽവേ മോഡേണൈസേഷൻ ആൻഡ് ഫ്രൈറ്റ് കോറിഡോർ പ്രോജക്ട്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് എക്സ്പേർട്ട് പറയുന്നു. IRCTCക്ക് മോണോപോളി ബിസിനസ് മോഡൽ ഉണ്ട്. ടൂറിസം പാക്കേജസ്, ടിക്കറ്റിംഗ്, കാറ്ററിംഗ്. ഇതിനൊപ്പം ടെക്സ്മാക്കോ, RVNL, IRCON പോലുള്ള റെയിൽവേ ഇൻഫ്രാ സ്റ്റോക്സിനും 2025 വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. അടുത്ത 2 തൊട്ട് 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ റെവല്യൂഷൻ ഈ സ്റ്റോക്സിൽ തന്നെ പ്രതിഫലിക്കും. അടുത്തതൊരു ബോണസ് പിക്കാണ് അദാനി ഗ്രീൻ എനർജി. അദാനി ഗ്രൂപ്പ് റീസെന്റ് കറക്ഷന് ശേഷം ഇപ്പോഴത്തെ വാല്യുവേഷൻസ് അട്രാക്റ്റീവായി മാറിയിരിക്കുന്നു. റിന്യൂവബിൾ എക്സ്പാൻഷൻ ആൻഡ് ഫോറിൻ ടൈഅപ്സ് കൊണ്ട് 2025 അദാനി ഗ്രീൻ വീണ്ടും ഇൻവെസ്റ്റേഴ്സിനെ സർപ്രൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന സ്റ്റോക്സ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ കാണിച്ചാലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഓൺ റിസർച്ച് ചെയ്യാനും ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ അഭിപ്രായം തേടാനും മറക്കരുത്. ഇന്ത്യൻ എക്കണോമി വളരുകയാണ്, എന്നാൽ വിന്നേഴ്സ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സ്കില്ലാണ്. 2025 നമ്മൾ സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്താൽ അത് വെൽത്ത് ക്രിയേഷന്റെ വർഷമാക്കാം. ഇതുപോലുള്ള ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.